ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഉറപ്പിക്കുന്ന ദിവസമാണ്. നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വരണം. വരാൻ പറ്റില്ല എന്ന് പറയരുത്. വന്നില്ല എങ്കിൽ ഈ ചടങ്ങ് നടത്തില്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ എൻ്റെ അനിയത്തിയും അളിയനും വേണം കൂടെ. സച്ചുവിന് ദീക്ഷിത്തിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിലും സിദ്ധുവിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ മുഖം വാടി. എന്തിൻ്റെ പേരിലാണെങ്കിലും അവന് വിഷമം വരുന്നത് ഒന്നും ചെയ്യാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. പലതവണ സിദ്ധു തന്നെ പറഞ്ഞതാണ് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണാമെന്ന്. പക്ഷേ അപ്പോഴും സമ്മതം പറയാഞ്ഞത് താൻ തന്നെയാണ്. സ്വന്തം ഭർത്താവിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യം തന്നെ. അവൻ്റെ ആത്മാഭിമാനം സ്വന്തം അച്ഛൻ്റെ മുന്നിലാണെങ്കിൽ പോലും കളയാൻ അവൾ തയ്യാറായിരുന്നില്ല. കാരണം ഇവിടെ തെറ്റൊരിക്കലും സിദ്ധുവിൻ്റെ അല്ലായിരുന്നു. ഒരു നിമിഷമെങ്കിലും എന്താ മോളെ ഉണ്ടായത് എന്ന് ചോദിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ. ഞങ്ങൾ വന്നാൽ അത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാകില്ല അളിയ. അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്നെ ഇഷ്ടമല്ല. ഇന്ന് ആയുഷിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ കമ്പനി പിടിച്ചു നിൽക്കുന്നത് തന്നെ നിന്റെ കമ്പനി കാരണമാണ്. ഒരു തവണയെങ്കിലും നിന്റെയാണ് മംഗലത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ സിദ്ധു. എന്തിനാ അളിയ അങ്ങനെ പറഞ്ഞു കിട്ടുന്ന സ്നേഹം? എൻ്റെ കുടുംബപ്പേര് കേൾക്കുമ്പോൾ അവരെല്ലാം മറക്കുമെങ്കിൽ അതിനർത്ഥം അവർ സ്നേഹിക്കുന്നത് എന്നെയല്ല, എൻ്റെ പണത്തിനെയാണ് എന്നല്ലേ? ഒരിക്കൽ അതില്ലാതെയാകുമ്പോൾ ഈ ബന്ധങ്ങളും അടർന്നു പോകും. സച്ചു എന്നെ സ്നേഹിച്ചത് ഒരിക്കലും എൻ്റെ പണവും കുടുംബപ്പേരും കണ്ടല്ല. ഞാൻ പറയുന്നത് വരെ അവൾക്ക് അറിയുക പോലും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച്. അവൾ സ്നേഹിച്ചത് അവളുടെ കണ്ണേട്ടനെയാണ്. എൻ്റെ കൂടെ ഒരു ബുദ്ധിമുട്ടും പറയാതെയാണ് 3 മാസം കൊട്ടാരത്തിൽ നിന്നും ഞങ്ങളുടെ ചെറിയ വീട്ടിൽ അവൾ താമസിച്ചത്. എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെ ഞാനായി സ്നേഹിക്കുന്നവർ മാത്രം മതി എനിക്ക്. ഇതൊക്കെ കുറിച്ച് ഓവറല്ലേ സിദ്ധു? നിന്റെ സ്വന്തം സ്ഥാപനമല്ലേ അത്? ഇങ്ങനെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? മറച്ചു വെച്ചതിന് എനിക്ക് അതിൻ്റേതായ കാരണമുണ്ട് ചേട്ടാ. എന്ത് കാരണമാണ് നിനക്കുള്ളത്? ഇതുവരെ പറഞ്ഞത് എന്തായാലും MBA കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം കമ്പനി കാര്യങ്ങളിൽ ഇടപെടൂ എന്നല്ലേ? പിന്നെ ഇപ്പോൾ വേറെ എന്താ? ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട് രച്ചു ചേട്ടാ. എന്ത് കാര്യം? ഞാനിപ്പോൾ MBA ഫസ്റ്റ് ഇയർ. ഈ സമയമാണ് കമ്പനി നോക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞാൽ ചോദ്യം വരും. ചെറുപ്രായത്തിൽ ഇവനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല തുടങ്ങി എൻ്റെ കുടുംബത്തെ വരെ പറയും. ഒരുപക്ഷെ ഇത്ര നാളും കൊച്ചച്ഛൻ നോക്കിയതിൻ്റെ കാര്യം വരെ സംസാരത്തിൽ വരും. സത്യം പറഞ്ഞ കൊച്ചച്ഛൻ ലോക്കൽ ഗാർഡിയനാണ്. ഒന്നും കൈവിട്ടു പോകാതിരിക്കാൻ എല്ലാത്തിനും ഒരു കണ്ണ് കൊച്ചച്ഛനുണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് പലതും നോക്കി നടത്തിയത് പ്രസാദങ്ങളാണ്, അച്ഛൻ്റെ ആത്മമിത്രം. അല്ലെങ്കിൽ തന്നെ ടെക്സ്റ്റൈൽസ് മാത്രം നടത്തുന്ന കൊച്ചച്ഛൻ എങ്ങനെ എൻ്റെ കമ്പനി ഇങ്ങനെ നോക്കി എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാകും അതിൻ്റെ പുറകിൽ വേറെ ആരോ ഉണ്ട് എന്ന്. ഇപ്പോൾ എല്ലാത്തിനും എന്നെ സഹായിക്കുന്നത് കിച്ചുവേട്ടനാണ്. ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം വരരുത്. ഒരു അനിയനെ പോലെ എന്നെ ആ മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ദീവരം ഗ്രൂപ്പ്. പ്രസാദങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കാണില്ല. ഒരു നിമിഷം മതിയായിരുന്നു അങ്കിളിന് ഞങ്ങളുടെ കമ്പനി തകർക്കാൻ, ആരും ഒന്നും അറിയാതെ തന്നെ. പക്ഷേ അച്ഛനോടുള്ള സ്നേഹം, ഞങ്ങളോടുള്ള കരുതൽ, ആ മനുഷ്യൻ അത് ചെയ്തില്ല. കിച്ചുവേട്ടനും ഈ നിമിഷം വരെ ഇത് ഞങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഭവമാണ്. മറ്റാർക്കും പബ്ലിക്കായി അറിയില്ല മംഗലത്ത് ഗ്രൂപ്പും ഇന്ദീവരം ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം. അച്ഛന് സുഹൃത്തുക്കൾ എന്ന് പറയാൻ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതിലേറ്റവും അടുത്ത സുഹൃത്താണ് പ്രസാദ് അങ്കിൾ. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒന്നു മാത്രമാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ MBA കഴിയാതെ ഒരു മനുഷ്യനറിയില്ല ഈ സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ കാര്യം. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവൻ പോയാലും ശരി, 1 വർഷം കൂടി കഴിയാതെ ആരും അറിയില്ല ഇത്. പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെൻ്റ് കിച്ചുചേട്ടൻ സ്വന്തം കമ്പനിയെ മറന്ന് മംഗലത്തെ ഗ്രൂപ്പിന് തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കാരണം ഒരിക്കലും കിച്ചുവേട്ടന് വിഷമം വരരുത്. ഇങ്ങനെയൊരു കാര്യം പുറത്തുള്ളവർ അറിഞ്ഞാൽ അത് കിച്ചുചേട്ടനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. സ്വന്തം ബന്ധുക്കൾ പോലും അകറ്റിയപ്പോൾ ചേർത്ത് നിർത്തിയത് കിച്ചുചേട്ടനാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം നോക്കിയത് പ്രസാദ് അങ്കിളും, കൊച്ചച്ഛനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വിടാം. സ്വന്തം മോളുടെ ഭർത്താവ് എന്ന രീതിയിൽ എന്നെ സ്വീകരിച്ചാൽ മതി. അല്ലാതെ വേറൊരു രീതിയിലും അവരുടെ പ്രീതി എനിക്ക് വേണ്ട. പ്ലീസ് രച്ചുവേട്ടാ. സാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്കും പറയാനുള്ളത് ഇത് തന്നെയെന്ന് മനസ്സിലായി അവന്. ഞാനായി പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
പക്ഷേ രണ്ടുപേരും ഇന്ന് എൻ്റെ കൂടെ വരണം, വന്നേ പറ്റൂ. ഇതുവരെ നിങ്ങളോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു ചേട്ടൻ്റെ അപേക്ഷയായി കൂട്ടിയാൽ മതി. അതോ എൻ്റെ കുഞ്ഞിക്ക് ഞാനിപ്പോൾ അന്യൻ? ബാക്കി പറയാൻ സമ്മതിക്കാതെ സച്ചു ദീക്ഷിതിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൻ്റെ ദിക്കൂട്ടനാണ്. ആര് എന്ത് പറഞ്ഞാലും എൻ്റെ ചേട്ടൻ തന്നെയാണ്. പക്ഷേ കണ്ണേട്ടന് വിഷമമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. കല്യാണം കഴിഞ്ഞ് 6 മാസത്തിൽ കൂടുതലായി. ഇതുവരെയും തിരിച്ചു വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഈ മനുഷ്യനെ അവർ അവഗണിച്ചാൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഏട്ടാ. എൻ്റെ ജീവനല്ലേ. ഒരു നിമിഷം സാക്ഷിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ അവനും കുഴഞ്ഞു. നമുക്ക് പോകാം സച്ചു. എത്രയായാലും നിന്റെ അച്ഛനും അമ്മയുമല്ലേ. എന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ പോയി ഡ്രസ്സ് മാറി വാ. വിച്ചുവിനോട് കൂടി പറ റെഡിയാകാൻ, അവനും വരട്ടെ കൂടെ. ദീക്ഷിതിനൊപ്പം സച്ചുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സിദ്ധുവിനേക്കാൾ ടെൻഷൻ സാക്ഷിക്കായിരുന്നു. സച്ചുവും ദീക്ഷിതും ഒരു കാറിലും സിദ്ധുവും വിച്ചുവും അവരുടെ കാറിലും. കണ്ണാപ്പി, ഒരു കാര്യം ഞാൻ പറയാം. എന്താടാ? വേറൊന്നുമല്ല. അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലൻ്റ് ആയിരിക്കും. പിന്നെ വെറുതെ എന്നെ കയറി ചൊറിഞ്ഞ ഞാൻ മിണ്ടാതിരിക്കും. പക്ഷേ എൻ്റെ കണ്ണാപ്പിയെ പറഞ്ഞ ഞാൻ കയറി മാന്തും, സത്യമായിട്ടും. അത് മുന്നിലിരിക്കുന്ന കായുസാറാണോ അതോ ഓൾഡ് മാൻ ആണോ എന്നൊന്നും ഞാൻ നോക്കില്ല. ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു. നീ എന്നു മുതലാണ് വിച്ചു എന്നേക്കാൾ വലിയ ആളായത്? കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മാറ്റങ്ങൾ. എന്നെ പറഞ്ഞാൽ അതിന് തിരിച്ചു പറയാൻ എനിക്കറിയാം. തൽക്കാലം അനിയൻ്റെ സഹായം വേണ്ട. നീ വലിയ ആളായി എന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിൽ മാറ്റിവെക്കണം, കേട്ടല്ലോ. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് ഞാൻ തന്നെയല്ലേ വിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കണം. വേണമെങ്കിൽ നീ ഫോണിൽ കുത്തിയിരുന്നു, കേട്ടല്ലോ. ഒരച്ഛൻ്റെ അധികാരത്തോടെ തന്നെ സിദ്ധു പറഞ്ഞതും തിരിച്ചൊന്നും പറയാതെ വിച്ചു സിദ്ധുവിൻ്റെ തോളിലേക്ക് ചാരി. വിച്ചുവിൻ്റെ മനസ്സറിഞ്ഞ പോലെ സിദ്ധു അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അച്ഛനും അമ്മയും ഇല്ലാതെ നിന്നെ ഞാനല്ലേ വളർത്തിയത് മോനെ. എൻ്റെ പൊന്ന്, എന്തെങ്കിലും പറഞ്ഞ അവരൊക്കെ ആദ്യം പറയുന്നത് എന്നെയല്ലേ. വളർത്തുദോഷം എന്നല്ലേ പറയൂ. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ നീ ചന്ദ്രനങ്കിളിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കുന്ന ഒരു മനസ്സുണ്ട്, നിന്റെ ഏട്ടത്തി. നമ്മുടെ മുന്നിൽ ഒരു പക്ഷേ അവൾ ചിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമം കാണും. എത്രയായാലും സ്വന്തം അച്ഛനല്ലേ. അതുകൊണ്ട് ഏട്ടൻ്റെ മോൻ അവിടെയൊന്നും പറയരുത്, കേട്ടല്ലോ. പിന്നെ നിന്നെ വഴക്ക് പറഞ്ഞത് അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതിന് ഇങ്ങനെയൊരു കുഞ്ഞിക്കുട്ടിയെപ്പോലെ കണ്ണു നിറച്ചിരിക്കാതെ കണ്ണു തുടയ്ക്കടാ. സിദ്ധു പറഞ്ഞതും വിച്ചു അവനെ ഇറുകെ പുണർന്നു. എന്താ കുഞ്ഞി നീ ഇത്ര ആലോചന? സിദ്ധു വഴിതെറ്റിയൊന്നും പോകില്ല, നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. സച്ചു എന്തോ കാര്യമായി ആലോചിച്ചിരുന്നപ്പോൾ ദച്ചു പറഞ്ഞു. ഒന്നുമില്ലേട്ടാ, എനിക്കെന്തോ ഒരു പേടി പോലെ. കണ്ണേട്ടൻ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടില്ല. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാക്സിമം ദേഷ്യം കൺട്രോൾ ചെയ്യും. വിച്ചു അങ്ങനെയല്ല. അവൻ്റെ ഏട്ടനെ ആരെന്ത് പറഞ്ഞാലും അവൻ പ്രതികരിക്കും. അതുപോലെ തന്നെ ഇനി അപ്പുവേട്ടൻ എന്തെങ്കിലും കണ്ണേട്ടനെ പറഞ്ഞാലും എനിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലൊരു വഴക്ക് വേണ്ട എന്ന് കരുതി എല്ലാം സഹിക്കും. ഞാൻ കാരണം എന്തിനായിട്ടാ വെറുതെ? ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നു ഞാൻ മാത്രം വന്നാൽ മതിയായിരുന്നു എന്ന്. നീ എന്തിനാ കുഞ്ഞി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അച്ഛന് സിദ്ധുവിനെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. പ്രായമായവരല്ലേ, അതിനെ അതിൻ്റെ രീതിയിൽ എടുത്താൽ മതി. അമ്മയും അങ്ങനെ തന്നെ. പിന്നെ വെറുതെ സിദ്ധുവിൻ്റെ കാര്യം ഓർത്തിങ്ങനെ ടെൻഷൻ എന്തിനാ? അവൻ്റെ കാര്യം നോക്കാൻ അവനറിയാം. നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഇനി അപ്പു എന്തെങ്കിലും പറഞ്ഞാലും ഞാനില്ലേ കൂടെ. ഒരിക്കലും പ്രതികരിച്ചില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ വാവേ. ട്രസ്റ്റ് മീ, നിനക്കവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. സച്ചുവിൻ്റെ വീട്ടിൽ ദീക്ഷിത് കാറ് നിർത്തിയതിന് പുറകിൽ തന്നെ സിദ്ധുവിൻ്റെ കാറും എത്തി. സിദ്ധുവിൻ്റെ കൈപിടിച്ച് സാക്ഷി ആ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ജ്യൂസും കുടിച്ച് കാര്യമായി എന്തോ ബിസിനസ് സംസാരിക്കുന്ന ആയുഷിനെയും ചന്ദ്രദാസിനെയുമാണ്. കാര്യമായി എന്തോ പറഞ്ഞു ചിരിക്കുന്നുമുണ്ട്. അകത്തേക്ക് കയറി വന്ന സിദ്ധുവിനെ കണ്ടതും ആയുഷിൻ്റെ മുഖം മാറി. എങ്കിൽ പുറകിൽ വന്ന ദീക്ഷിതിനെ കണ്ടതും കഷ്ടപ്പെട്ട് മുഖത്തെ ചിരി വരുത്താൻ ശ്രമിച്ചു അവൻ. സിദ്ധു വരുമെന്ന് ചന്ദ്രദാസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് അയാളുടെ മുഖത്തു നിന്ന് മനസ്സിലായി. അച്ഛനെ കണ്ടപ്പോൾ സച്ചു ഒരുപാട് സന്തോഷിച്ചു. എങ്കിലും സിദ്ധുവിനോടുള്ള അകൽച്ച കണ്ട് എന്തുകൊണ്ടോ അവൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തോന്നിയില്ല. ദീക്ഷിതിൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടതും ചന്ദ്രദാസ് അവരെ അകത്തേക്ക് വിളിച്ചു. വന്ന വഴി നിൽക്കാതെ ഇരിക്കളിയാ.
ദച്ചുകൂടി പറഞ്ഞതും സിദ്ധു എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചിട്ട് സോഫയിലിരുന്നു. കൂടെ തന്നെ വിച്ചുവും സച്ചുവും. അവൾക്കെന്തോ സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെ ഇരുന്നപ്പോൾ നല്ല വിഷമം തോന്നിയെങ്കിലും അത് മാറാൻ തന്നെ ചേർത്ത് പിടിച്ച കൈകൾ തന്നെ ധാരാളമായിരുന്നു. ഇപ്പോൾ കോളം തികഞ്ഞു. ഇനി എങ്ങനെയാണ് അച്ഛാ കാര്യങ്ങൾ? 6 മാസം കഴിഞ്ഞ് കല്യാണം. അതുവരെ നിനക്ക് വേണമെങ്കിൽ മോതിരമിടാം. തീരുമാനം നിന്റെയാണ്. മോതിരമിടലൊന്നും വേണ്ട. ഇത്ര നാളും അതിൻ്റെ ഒന്നും ബലത്തിലല്ലല്ലോ പ്രേമിച്ചത്. പിന്നെ ഇനി എന്നേക്കാൾ നല്ല ഏതെങ്കിലും ആലോചന വരുമ്പോൾ അത് നടത്താമെന്ന് അച്ഛനും മോനും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉള്ള കാര്യം ഇപ്പോഴേ പറയാം ഞാൻ. അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുപോകും. കുറച്ചുകൂടി മാന്യമായി പറഞ്ഞാൽ ഞങ്ങൾ മതിൽ ചാടും. അതുകൊണ്ട് ആ പരിപാടിയൊന്നും വേണ്ടാട്ടോ. നീ എന്താ ദീക്ഷിത് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം നിന്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ട്. കല്യാണം എവിടെ വെച്ച് നടത്താനാണ് പ്രതാപ? ചന്ദ്രനായിരുന്നു അത് ചോദിച്ചത്. കല്യാണം നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ ചേട്ടാ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് മംഗലത്ത് ഓഡിറ്റോറിയം അല്ലേ? വൈകാതെ ഞാൻ തന്നെ പോയി ഹാള് ബുക്ക് ചെയ്യാം. സൗകര്യങ്ങളൊക്കെ മികച്ചതാണ്. പക്ഷേ വാടകയാണ് കൂടുതൽ. വാടക കൂടുതലെന്ന് കേട്ടതും സാക്ഷി നോക്കിയത് സിദ്ധുവിനെയാണ്. അവൾ നോക്കുന്നത് കണ്ട് അവൻ സച്ചുവിനെ ഭംഗിയിൽ ചിരിച്ച് കാണിച്ചു. ഇങ്ങനെ നോക്കേണ്ട ഭാര്യയെ, എല്ലാ സൗകര്യങ്ങളുമുള്ള ഓഡിറ്റോറിയമാണ്. അപ്പോൾ പിന്നെ ഫ്രീ ആയി ഒന്നും നടത്താൻ പറ്റില്ല. പിന്നെ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് എല്ലാ വർഷവും കുറച്ച് പെൺകുട്ടികളുടെ കല്യാണം അതേ ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട്. സ്വകാര്യമായി സിദ്ധു സച്ചുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചില്ല എങ്കിലും എൻ്റെ ആരോഗ്യം ഞാൻ തന്നെ നോക്കണമല്ലോ. സച്ചുവിൻ്റെ അമ്മയും ആയുഷിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ സാക്ഷിക്ക് തോന്നിയെങ്കിലും സിദ്ധുവിനെ കണ്ടപ്പോൾ അവൾ ആ ആഗ്രഹം വേണ്ട എന്ന് വെച്ചു. അത് മനസ്സിലാക്കി എന്ന പോലെ അവൻ അവളോട് പറഞ്ഞു. അമ്മയോട് പോയി സംസാരിച്ചോ. എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ വളർത്തിയത് അവരാണ്. ഇപ്പോൾ ഉള്ളത് എന്നോടുള്ള ദേഷ്യമാണ്. അത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും. നീ പോയി സംസാരിച്ചോ. സിദ്ധുവിന് അവിടെ ഇരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എങ്കിലും ദീക്ഷിതിനെ ഓർത്ത് മാത്രമാണ് അവിടെ ഇരുന്നത്. വിച്ചു ആണെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ച് കാര്യമായി സിനിമ കാണുന്നു. മുഖം കണ്ടാൽ അറിയാം ഇവിടെ കൊണ്ടുവന്നതിലുള്ള ദേഷ്യം. സാക്ഷിക്ക് ഇവിടുത്തെ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞതല്ലേ? എങ്കിൽ പിന്നെ എല്ലാം ചന്ദ്രനകളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഫോർമാലിറ്റീസ് നോക്കണ്ടേ ഞങ്ങൾ? പെട്ടെന്നായിരുന്നു ആയുഷ് അത് പറഞ്ഞത്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു ചോദ്യം? അവൾക്ക് വേണ്ട എന്ന് സച്ചു അല്ലല്ലോ പറഞ്ഞത്, ഞാനല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനൊന്നും സമ്മതിക്കില്ല എന്ന്. എന്തൊക്കെയായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞത്? എൻ്റെ ഭാര്യയുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവൾക്കുള്ളത് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. എന്നിട്ടിപ്പോൾ കാര്യത്തോടടുത്തപ്പോൾ ഇവൻ്റെയൊക്കെ തനി സ്വഭാവം എടുത്തു. കോടികൾ വരുന്ന സ്വത്തുക്കൾ വേണ്ട എന്ന് വയ്ക്കാൻ ഇവനത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. നമ്മുടെ കൊച്ചിനെ കറക്കിയെടുത്തിട്ട് അവളെ കൊണ്ട് അവൻ്റെ വീട്ടിലെ പണി മുഴുവൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ലേ? ആയുഷിൻ്റെ അമ്മ സിദ്ധു പറഞ്ഞത് കേട്ട് നിന്ന് കത്തിക്കയറി. ഹാ, കൂൾ ഡൗൺ ആൻറ്റി. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ആൻറ്റി എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്? നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയതൊന്നല്ലല്ലോ. സച്ചുവിൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലല്ലേ? അങ്കിൾ സ്വന്തം മോളുടെ പേരിൽ എഴുതി വെച്ചതല്ലേ തിരിച്ചു ചോദിക്കുന്നത്? പിന്നെ ആയുഷ് സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയാഞ്ഞത് എൻ്റെ കോളേജിലെ അധ്യാപകനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്കിൾ, ഞാൻ ചോദിച്ചത് കാര്യമായി തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എന്തിനാ? അത് മോനെ, ഇപ്പോൾ ബിസിനസ് വല്ലാതെ ഡൗൺ ആണ്. സാക്ഷിയുടെ പേരിൽ സിറ്റിയിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അത് വിറ്റാൽ തൽക്കാലത്തേക്കുള്ള പണം കിട്ടും. പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഒരു സംശയം ചോദിക്കട്ടെ അങ്കിൾ, സച്ചുവിനുള്ളതുപോലെ തന്നെ ദച്ചു ചേട്ടനുമില്ലേ? പിന്നെ സച്ചുവിൻ്റെ മാത്രം വിൽക്കാൻ തീരുമാനിച്ചത് എന്തിനാ? ദച്ചുവിനുള്ളത് അവിടെ കിടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ആരുമോൾ കൂടി വരുമ്പോൾ അത് അവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതല്ലേ? പിന്നെ ദച്ചുവിന് ഇനി സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവന് മറ്റാരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആയുഷ് സാറിൻ്റെ റോൾ എന്താ? പ്രതാപും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സാണ്. എങ്കിൽ ഞാൻ പറയുന്നത് അങ്കിൾ ചെവി കൂർപ്പിച്ച് കേട്ടോ. സച്ചു ഒന്നും നിങ്ങളുടെ പേരിൽ ഇപ്പോൾ എഴുതി തരില്ല. അത് വിറ്റ് ഒരു കടവും ആരും തീർക്കണ്ട. ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ? അപ്പോൾ പിന്നെ ആ കടം തീർക്കാൻ പ്രതാപങ്കളിനും ഉത്തരവാദിത്തമുണ്ട്. കടം ഒരു രീതിയിലും തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ കമ്പനിയുടെ ഒരു ഷെയർ വിൽക്കണം. പണ്ട് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവുമില്ല. നിങ്ങളുടെ ഒന്നും സച്ചുവിന് വേണ്ട. അവൾക്ക് വേണ്ടതെല്ലാം നേടിക്കൊടുക്കാൻ ഞാനുണ്ട്.
പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ദച്ചുചേട്ടന് കൂടി അവകാശപ്പെട്ടത് നശിപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല. ദച്ചുചേട്ടൻ്റെ പേരിലുള്ളതിൽ കൈ കടത്താത്തതിൻ്റെ കാരണം ആരുമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്വന്തം മോളെ ഒന്നുമില്ലാത്ത വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊരു കല്യാണം നോക്കാമെന്ന് വെച്ചാൽ പിന്നെ സ്വന്തം അനിയത്തെ ജീവനോടെ കാണില്ല എന്ന് മറ്റാരേക്കാളും നന്നായി ആയുഷ് സാറിനറിയാം. ഇന്ന് ഇവിടെ നടന്ന ഈ ഡ്രാമ എന്തായാലും വളരെ നന്നായി. പിന്നെ ആയുഷ് സാറിൻ്റെ അമ്മ, ആൻറ്റി, എൻ്റെ ബുദ്ധി ആൻറ്റിയെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും. ഒരു ഉറപ്പ് തരാൻ ഞാൻ, എന്തായാലും ഒരുപാട് നാളെടുക്കില്ല. പിന്നെ സച്ചുവിനെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് സ്വന്തം ഭാര്യയെ അടിമയെ പോലെ കാണണമെന്ന് ആൻറ്റി ചിലപ്പോൾ ആൻറ്റിയുടെ മോന് ട്രെയിനിങ് കൊടുത്ത് കാണും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഭാര്യ എന്നാൽ സ്വന്തം നല്ല പാതിയാണ്. സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകേണ്ടവൾ. ഈ സിദ്ധാർത്ഥ വിശ്വനാഥൻ്റെ എന്തിനും ഇന്ന് മറ്റാരേക്കാളും അവകാശം ഇവൾക്കാണ്. ഇവൾ എൻ്റെ അടിമയല്ല, എൻ്റെ റാണിയാണ്. അതുകൊണ്ട് വെറുതെ ഇതുപോലെയുള്ള ഡയലോഗ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. പലപ്പോഴും കൈതരിച്ചിട്ടും ഒന്നും പറയാതെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രായമോർത്ത് മാത്രമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്നത് എന്തും കേട്ടുകൊണ്ട് നിൽക്കുമെന്നല്ല. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. സച്ചു എനിക്കും എൻ്റെ അനിയനും. ബാക്കി പറയാതെ അവനൊന്ന് നിർത്തിയപ്പോൾ അത് കേട്ട് സച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിച്ചുവിനും അത് പുതിയൊരു അറിവായിരുന്നു. കോളേജിൽ വെച്ച് കുട്ടികൾ പലതും പറയുമെങ്കിലും ഇത്രയും അവൻ വിചാരിച്ചില്ല. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് സച്ചു നിങ്ങളോട് ചെയ്തത്? സ്വന്തം മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവളുടെ ഭാവി വരൻ്റെ പെങ്ങളെ കുടുംബത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു. ലജ്ജ തോന്നുന്നു നിങ്ങളോട്. തെരുവിൽ കിടക്കുന്നവർക്ക് വരെ കാണും നിങ്ങളെക്കാൾ കൂടുതൽ വിവരം. ഒരു സംശയം ചോദിക്കട്ടെ, പണ്ട് നിങ്ങളെയും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു കുടുംബത്തിലേക്ക് തന്നെയല്ലേ? എന്താ അവിടെ നിങ്ങൾ ഭർത്താവിൻ്റെ അനിയനുമായി? സിദ്ധു ബാക്കി പറയാൻ പോകുന്നതിന് മുൻപ് സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട കണ്ണേട്ടാ, നമുക്ക് പോകാം. ഇനിയൊരു വഴക്ക് വേണ്ട. പക്ഷേ സിദ്ധു ബാക്കി പറഞ്ഞത് സച്ചുവിനെ ചേർത്ത് പിടിച്ചാണ്. ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ പെണ്ണ്. ഇവളുടെ മനസ്സിനും ശരീരത്തിനുമെല്ലാം അവകാശി ഞാൻ മാത്രമാണ്. എൻ്റെ ഭാര്യ എന്താണെന്ന് എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ വളർത്തിയ എൻ്റെ അനിയനെ എനിക്കറിയാം. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇനി നിങ്ങൾ മോശമായൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ എൻ്റെ മുന്നിൽ വരും. സിദ്ധു ആയുഷ് സാറിനെ പോലെ വെറുതെ ഡയലോഗ് പറയാറില്ല, പ്രവർത്തിച്ചു കാണിക്കുന്നതാണ് പതിവ്. പിന്നെ ഇവിടെ ഇത്രയും നാളെല്ലാം കണ്ടും കേട്ടും കാണാത്തത് പോലെ നടന്നത് സച്ചുവിനെ ഓർത്തു മാത്രമാണ്. അവൾക്ക് വിഷമമാകേണ്ട എന്ന് കരുതി. ഇനി എന്തായാലും അതും കാണില്ല. പിന്നെ സച്ചുവിൻ്റെ അമ്മേ, സ്വന്തം മോളെ, ഓ സോറി, സ്വന്തം ചോരയല്ലല്ലോ. അതല്ലേ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? സ്വന്തം മോളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എങ്കിൽ ആദ്യം അതിന് അമ്മ പ്രതികരിച്ചേനെ. എന്തായാലും എല്ലാവരും കൊള്ളാം. സോറി ദച്ചു ചേട്ടാ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മിണ്ടാതിരിക്കാൻ നോക്കി. പിന്നെ ഇവർക്കൊക്കെ എന്നെക്കൊണ്ട് രണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടാത്തതുപോലെയാണ്. എന്തായാലും സച്ചു ഒന്നിലും ഒപ്പിട്ട് തരില്ല. അത് എൻ്റെ തീരുമാനമാണ്. അത് വിൽക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക്. ഞങ്ങൾ ഇറങ്ങുവാ. വാ വിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സച്ചു ഓക്കെ ആയിരുന്നുവെങ്കിലും വിച്ചുവിൻ്റെ സൈലൻസ് അവൻ്റെ ഉള്ളിൽ എന്താ എന്ന് പറയാതെ പറഞ്ഞു കൊടുത്തു അവൾക്ക്. അത് മനസ്സിലാക്കി എന്ന പോലെ സച്ചു സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചു അവൻ.